ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഭാഗ്യപാരു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നടുവേദന ഉണ്ട്, കാലുവേദന ഉണ്ട് എന്നെല്ലാം. അപ്പോൾ അതിൻ്റെ റീസണാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല ഗായ്സ്, വിഷുവിൻ്റെ അന്ന് രാത്രി ഒരു 11:30 ആയപ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഒരുങ്ങിക്കോ, നമ്മൾ വാഗമണ് പോകാമെന്ന്. അങ്ങനെ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാനും ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബി, അവൻ്റെ വൈഫ് ഹീര, ഞങ്ങൾ 4 ആളും കൂടെയാണ് ട്രിപ്പിന് പോയത്. അപ്പോൾ നല്ല സെറ്റായിട്ടാണ്, നമ്മൾ അടിച്ച് പൊളിച്ചൊക്കെ തന്നെയാണ് പോയത്. കാരണം ഞാനും ഏട്ടനും അബി എന്ന് പറയുമ്പോൾ കുഞ്ഞിലേ തൊട്ടേ അറിയുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സ്പെഷ്യൽ ബോണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്കൂൾ മെമ്മറീസും അവരൊരുമിച്ച് ചെയ്ത കുറേ കുരുത്തകേടുകളും പിന്നെ ഏട്ടൻ്റെ കുറേ ലവ് അഫെയർസ് കഥകളും അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ പോയത്. സ്ഥലത്തിന് വരുന്നത് പാലൊഴുകുംപാറയുടെ ഓപ്പോസിറ്റ് ഉള്ള മലയാന്ന് മാത്രം അറിയാം. ഒരു മലയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നല്ല വാഗമണിൽ ഏതോ ഒരു മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര അയ്യോ കയറി ശ്വാസം മുട്ടുന്നു. ഇപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എന്ന് വെറുതെ ഇവിടെ ഇരിക്കുക. നമുക്ക് വഴികാട്ടിയായിട്ടൊരു പട്ടി ഉണ്ടായിരുന്നു, ഇവിടെ എങ്ങാണ്ട് ഉണ്ട്, കാണുന്നില്ല. ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഫ്ലാഷ് കപ്പിൾസ്. അവിടെ ഒരു പട്ടിയുണ്ട് ഗൈസ്. എടാ എന്നെ അടിക്ക്. ഇനിയും മണ്ടക്കേക്ക് കയറാൻ പോവാ നമ്മള്. ശ്വാസം മുട്ടലുണ്ട്. ജീവനോടെ കാണാം. എന്ത് സുന്ദരമായ സ്ഥലമല്ലേ. നല്ല ഒരു 5:30-5:45 ആ ടൈമിലുള്ള വാഗമണിൻ്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു രാത്രിയിൽ ഗൈസ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ നല്ലോണം പേടിച്ച് വിറച്ചു. ഈ കട നിങ്ങൾ ഓർത്ത് വെച്ചോണം. അതൊരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു സേഫ് പ്ലേസ് ആയിരുന്നു അത്. അപ്പോൾ ഏട്ടന്മാരാണെന്നുണ്ടെങ്കിൽ ഫുട് പ്രിന്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ അഡ്വഞ്ചറസ് ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ സ്വസ്ഥമായിട്ട് ആകാശമെല്ലാം നോക്കി നമ്മളെല്ലാവരും 4 ആളും കൂടെ കിടക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ മാൻ ഓഫ് ദ ഡേ. മാൻ ഓഫ് ദ ഡേ, മാൻ ഓഫ് മാച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഇവനില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നലെ അതെന്ത് ജീവിയാണ് എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ഇവന്റെ നിഗമനത്തിൽ അത് പുലിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ പട്ടി പെട്ടെന്ന് അങ്ങനെ അനക്കം കേട്ടിട്ട് നോക്കിയപ്പം നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴത്തേക്കും 2 കണ്ണ് കണ്ടു. അപ്പോൾ നമ്മൾ 4 ആളും ഇന്നലെ 4 ആളും 4 ദിക്കിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഗൈസ്, നമ്മൾ ആ പാറയുടെ മണ്ടയ്ക്കായിരുന്നു നമ്മളുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ അവസാനം നമ്മൾ പേടിച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം തുറന്ന് നമ്മളെല്ലാവരും കൂടെ അതിനകത്ത് കയറി ഇരുന്ന് ഇപ്പോഴാണ് അതിനകത്തുനിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ കണ്ട ഒരു ചേട്ടനും ചേച്ചിയോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ മാടെന്തോ ചത്ത് കിടപ്പുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ആരും പുലീനെ അങ്ങനെ നേരിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. പുലിയുടെ കാര്യം റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ മിസ്റ്റർ അബിയുടെ നിഗമനത്തിൽ അത് പുലി തന്നെയാണെന്നാണ് അവൻ പറയുന്നത്. ഇപ്പോഴും നമ്മളത്ര സേഫ് ഒന്നുമല്ല. നമ്മൾ കോലും വടിയെല്ലാം പിച്ചാത്തി. അബി പിച്ചാത്തി ആണെങ്കിൽ പിച്ചാത്തി എല്ലാം എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവരാണ് നമ്മുടെ രക്ഷകൻ. ഇതാ മുത്ത് ചക്കര. ഇവനെ കൊണ്ടുപോയി കൊള്ളാന്നുണ്ട്. പക്ഷെ നമ്മൾ വേണ്ട, ഇവിടെ ഇനിയും വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ വഴികാട്ടിയായിട്ട് വരുമല്ലോ. നമ്മൾ ഇന്നലെ വന്നപ്പോൾ എന്തോ പെട്ടെന്ന് എവിടുന്നോ കയറി വന്നതവൻ. പിന്നെ ഫുള്ള് റൂട്ടെല്ലാം കാണിച്ചു തന്നത് ഇവനാട്ടോ. അപ്പോൾ ഇനിയും കുറേ നടക്കാനുണ്ട്. നമ്മുടെ ജീവൻ അത്ര സേഫൊന്നും അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ കാറിലെത്തിയിട്ട് ജീവനോടുണ്ടെങ്കിൽ ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ കുറച്ച് പേരുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതിലുള്ള ഒരു അങ്കിളും ആൻറ്റിയാണിത്. അപ്പോൾ അവരോടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇങ്ങനെ സംഭവം നമ്മൾ കണ്ടു എന്നൊക്കെ. അപ്പോൾ അവരും സെയിം ഞാൻ പറഞ്ഞല്ലോ, പുലി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നറിയാം, അല്ലാണ്ട് ആരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് എവിടെയോ ഇങ്ങനെ ന്യൂസിൽ എന്തോ ഇങ്ങനെ വയനാടല്ലല്ലോ വാഗമണിൽ ഇങ്ങനെ എന്തോ ബ്ലാക്ക് പാന്തർ ഇറങ്ങിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെല്ലോ ന്യൂസൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ റൂട്ടിലേക്ക് ആരൊക്കെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. രാത്രിയിലത്തേക്കുള്ള ഒരു ആ പോക്കൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ
അതിനെന്താ പറയുക, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഞങ്ങൾ എന്താ പറയുക പേടിച്ച് നല്ല രീതിയിൽ നമ്മൾ അനുഭവിച്ചു. ആ രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടാൻ വേണ്ടി നമ്മൾ അനുഭവിച്ച പാട് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ പോവുക ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ പട്ടി അവൻ ഈ സ്ഥലത്തു നിന്ന് തന്നെയാണ് നമ്മുടെ കൂടെ വന്നതും തിരിച്ചെത്തിയതും. ആ സ്പോട്ടിൽ തന്നെ അവൻ നിന്നു. പിന്നെ നമ്മുടെ കൂടെ താഴത്തേക്ക് വന്നില്ല കേട്ടോ അവൻ. നമ്മൾ കുറേ വിളിച്ചു നോക്കി എന്നിട്ടും വന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തി ഗൈസ്. അത് കണ്ടപ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്നറിയാമോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പണ്ടാരം പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളായിരുന്നു നമുക്ക്. അങ്ങനെ തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടു തന്നെ വന്നത്. കാരണം രാത്രിയിൽ പോയത് കൊണ്ട് കാഴ്ചകളൊന്നും അങ്ങനെ നല്ലോണം കാണാൻ പറ്റിയിട്ടുണ്ടായില്ല, സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ആ ഒരു പൂതി അങ്ങ് മാറ്റി. നല്ല അടിപൊളി ക്ലൈമറ്റും എന്താ പറയുക, നല്ല അടിപൊളി ആ സ്ഥലവും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. എന്നാലും ഞാൻ മറക്കൂല ഗൈസ്. ഈ ട്രിപ്പ് ഞാൻ എൻ്റെ 24 വർഷത്തിൻ്റെ ഇടയിൽ ഞാനും ഏട്ടനും കൂടെ ആദ്യമായിട്ട് പോകുന്നൊരു ട്രിപ്പാണ്. ട്രിപ്പെന്ന് പറഞ്ഞ് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ട്രിപ്പായി പോയി ഗൈസ്. നമ്മുടെ ട്രിപ്പ് ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ പരമ ഉറക്കമായിപ്പോയി. പിന്നെ ഒരു വീട്ടിലൊരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തിയിട്ടോ. എല്ലാവരും നമ്മൾ അതായത് വീട്ടിലെല്ലാം 9 മണിയായപ്പോൾ എത്തി. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ട്രിപ്പിൻ്റെ വ്ളോഗ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ്. ബൈ ബൈ.